നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മെയ് 4 മുതൽ മെയ് 10 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. മെയ് 7-ാം തീയതി ബുധൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ആദ്യം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയാണ് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഗുണകരമായി കാണുന്നത്. ആദ്യ പകുതിയിൽ, അതായത് ആദ്യ ദിവസത്തിൽ തന്നെ മാതാവിൻ്റെ കുടുംബത്തിൽ, അതായത് ഇവരുടെ മൂല തറവാട്ടിൽ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീട് ഭാഗം വയ്ക്കുന്നതിനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാതാവിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ എന്തെങ്കിലും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൻ്റെ ഭാഗമായി ഗുണകരമായൊരു ദിവസമാണ് ആദ്യത്തെ ദിവസം. തുടർന്നുള്ള ദിവസങ്ങൾ, അതായത് ഞായർ തിങ്കൾ ദിവസങ്ങൾ പൊതുവെ കൊള്ളാമെങ്കിലും ചൊവ്വാഴ്ച അല്പം ഭേദമായിട്ട് കാണുന്നില്ല. കാരണം ചൊവ്വാഴ്ച സന്താനങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടാകാനോ മാതാവിന് തന്നെ ശാരീരികമായ അവശത ഉണ്ടാകാനോ ഉള്ള അവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ട് വലിയ ദോഷങ്ങളൊന്നും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ കാണുന്നില്ല. പ്രത്യേകിച്ചും ഞായർ തിങ്കൾ ദിവസങ്ങൾ പൊതുവെ ഗുണകരമായിട്ടാണ്, സാമ്പത്തികമായ ഗുണപരമായിട്ടാണ് കാണുന്നത്. ബാക്കി ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും മാതാവിന്, ഈ നക്ഷത്രക്കാരുടെ മാതാവിന് അത്ര നല്ലതല്ല. വാഹനം സൂക്ഷിച്ച് ഓടിക്കണം. പ്രത്യേകിച്ചും മാതാവുമൊത്തുള്ള സഞ്ചാരം വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷമാണ് കൂടുതൽ ഗുണമുള്ളത്. കൂടുതൽ ഗുണം എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞായർ തിങ്കൾ ചൊവ്വ ബുധനാഴ്ച ദിവസത്തിന് ശേഷമാണ് കൂടുതൽ ഗുണം. ഈ ബുധനാഴ്ച ഇവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നക്ഷത്രക്കാർക്ക്, അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തേക്കാൾ നക്ഷത്രക്കാർക്ക് സ്കിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു അലർജി പോലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ വലിവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് പരിസരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും സ്കിന്നിന് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ രണ്ടാം പകുതി മേടക്കൂറിന് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ചില ആലോചനകൾ വളരെ സജീവമായി പുറത്തേക്ക് വരാം. ശത്രുതയിലായിരുന്ന വ്യക്തികൾ മിത്രമായി തിരിച്ചു വരാം. അവരുമായി ബന്ധപ്പെട്ട് പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. തങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന, ഈ നക്ഷത്രക്കാരെക്കുറിച്ചുണ്ടായിരുന്ന തെറ്റായ ധാരണകൾ അതെല്ലാം മാറ്റിവെച്ച് പലരും സത്യം തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുന്നൊരവസ്ഥ കാണുന്നു. പ്രണയ സാഫല്യത്തിൻ്റെ നാളുകളാണ് ആഴ്ചയുടെ അവസാനത്തെ 3 ദിവസങ്ങൾ. പ്രധാനമായും വിവാഹവുമായി ബന്ധപ്പെട്ടോ ദാമ്പത്യവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഗുണം കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ പഠനമോ ഉദ്യോഗമോ ഇതുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാൻ ഇടവരുന്നു. സാമ്പത്തികമായി നല്ല ഗുണമാണ് കാണുന്നത്. യാത്ര അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നു. അതുകൊണ്ട് ആഴ്ചയുടെ രണ്ടാം പകുതിയാണ് കൂടുതൽ ഗുണം. കടബാധ്യതയിൽ നിന്ന് മോചനം, ശാരീരികമായ അവശതയിൽ നിന്ന് പോലും മോചനം കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9, 10-ാം തീയതികൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു താരതമ്യേന. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ നല്ലതാണ്. ഞായർ തിങ്കൾ ദിവസങ്ങൾ നല്ലതാണ്. ശേഷം അല്പം മോശം കാണുന്നു. പിന്നീട് ആഴ്ചയുടെ അവസാന ദിവസമാണ് ഗുണം കാണുന്നത്. ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ കർമ്മരംഗത്തും അതുപോലെ തന്നെ ഇവർക്ക് പണം ലഭ്യമാകുന്ന മേഖലകളിലുമൊക്കെ വളരെ നന്നായി തിളക്കമോടുകൂടി വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സഹോദരന്മാരിൽ നിന്നോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ സാമ്പത്തിക സഹായമോ മറ്റ് സഹകരണമോ ഇവർക്ക് ലഭിക്കും. ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ വിജയകരമായി മുന്നോട്ട് പോകും. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ പഠന സംബന്ധമായ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ഒരു ജോലി നേടുന്നതിന് വേണ്ടിയുള്ള പഠന ശ്രമങ്ങളുടെ ഭാഗമായിട്ടുമൊക്കെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. സന്തോഷകരമായോ വിജയകരമായോ ഉള്ള വാർത്തകൾ കേൾക്കാൻ ഇടവരും. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഇവർക്ക് വളരെ ഗുണമാണ്. ഹ്രസ്വയാത്രകൾ കൊണ്ട് വളരെ ഗുണം കിട്ടുന്നു ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. ആഴ്ചയുടെ പകുതി വരുന്ന ആ ദിവസങ്ങൾ, അതായത് പ്രത്യേകിച്ച് ചൊവ്വ ബുധൻ ദിവസങ്ങൾ അത്ര ഗുണകരമല്ല. പ്രത്യേകിച്ച് ഒരല്പം ആലസ്യമാണ് ആ ദിവസങ്ങൾ കാണുന്നത്. അല്പം വൈമനസ്യങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ ഒരു കാരണവുമില്ലാതെ മനസ്സിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് തന്നെ അത് പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ദിവസങ്ങൾ സാമ്പത്തികമായും പ്രവർത്തനപരമായും അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും മാതാവിൻ്റെ ശാരീരികമായ അവശതയോ ഇവരുടെ തന്നെ, ഈ നക്ഷത്രക്കാരുടെ തന്നെ മാനസികമായ അവസ്ഥയോ ഒക്കെ ഇത്തിരി മോശമാകാം. കുടുംബത്തിൽ അല്പചില്പം വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ദാമ്പത്യത്തെയും ബാധിക്കാനിടവരുന്നു. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് വളരെ ഗുണകരമാണ്. വളരെ അപ്രതീക്ഷിതമായി പ്രതീക്ഷിച്ചിരുന്ന ധനം വളരെ അപ്രതീക്ഷിതമായി ആ ദിവസം അവ്യക്തമായി തന്നെ ഇവരിലേക്ക് വന്നു ചേരാം. വിചാരിച്ച വ്യക്തിയിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലുമൊക്കെ വ്യക്തിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ചില സഹായങ്ങൾ ഉണ്ടാവാം.
അത് ഇവർക്ക് ബാധ്യതയായി നിന്ന പല കാര്യങ്ങളെയും മാറ്റിക്കൊടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുതാ മനോഭാവത്തിലിരുന്നവർ അതൊക്കെ മാറ്റുന്നു, തെറ്റായി ധരിച്ചിരുന്നവർ അതിനെയൊക്കെ മാറ്റുന്നു. അതുകൊണ്ട് പൊതുവെ ആഴ്ചയുടെ അവസാന ദിവസം ഈ ആദ്യത്തെ ദിവസങ്ങൾ അല്പം ഭേദമായിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്കുള്ള ആ മധ്യഭാഗം ഏതാണ്ട് ദോഷമായി വന്നു. ആ ദോഷത്തിൻ്റെ നേരെ വിപരീതമായി ആഴ്ചയുടെ അവസാന ദിവസം ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ഗുണം, യാത്ര അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നു, പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തുന്നു, സാമ്പത്തികമായിട്ട് ഗുണവും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുമായിട്ടുള്ള സഹവാസവുമൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത്. രോഗമോ അവശതയോ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിട്ടും കാണുന്നു ആഴ്ചയുടെ അവസാന ദിവസം. അതുപോലെ തുടക്ക ദിവസങ്ങളിലും വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഇവർക്ക് ഗുണകരമായ ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5, അത് കഴിഞ്ഞാൽ പിന്നെ 10-ാം തീയതിയുമാണ് ഗുണകരമായിട്ട് കാണുന്നത്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് കൂടുതൽ ഗുണം കാണുന്നത്. എന്നാൽ സാമ്പത്തികമായിട്ട് നല്ല നേട്ടം ഇവരെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ വളരെ സാമ്പത്തിക ഗുണമാണ് കാണുന്നത്. തങ്ങൾക്കറിയാവുന്ന മേഖലയിൽ തങ്ങളുടെ കഴിവുകൊണ്ട് ഇവർക്ക് നല്ല രീതിയിൽ പണമുണ്ടാക്കാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട് നല്ല വിജയമുണ്ടാകുന്നു ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക്. മറ്റു വിധത്തിൽ പരീക്ഷകൾക്കോ അഭിമുഖങ്ങൾക്കോ പങ്കെടുക്കുന്നവർക്കും ഈ ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പൊതുവേ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ടൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അവിടെ അല്പം കാർക്കശ്യങ്ങളും ടെൻഷനും ഉണ്ടെങ്കിൽ പോലും ഈ ദിവസങ്ങൾ പൊതുവെ ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയവും ഇവർക്ക് കാണുന്നു. അധിക ചെലവിൻ്റെ ദിവസം ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ വന്നു ചേരുന്നുണ്ടെങ്കിലും പൊതുവെ ഗുണകരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അവസ്ഥ തന്നെയാണ് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, തങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വലിയ വില കൽപ്പിക്കുകയും ബഹുമാനം ലഭിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. എന്നാൽ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വാക്ക് തന്നെ പ്രശ്നമായി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതായത് ഞായർ, തിങ്കൾ ദിവസങ്ങൾ ഇവരുടെ വാക്കുകൾ കൊണ്ട് തന്നെ ഇവർക്ക് ശത്രുതയുണ്ടാകാമെന്നും കാണുന്നു. പ്രത്യേകിച്ച് അയൽപക്കവുമായോ വീട്ടിൽ തന്നെയോ അല്ലെങ്കിൽ അവരുടെ തൊഴിലിടത്തിൽ തന്നെയോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലും ഒരു പ്രശ്നവും കാണുന്നില്ല. കൃത്യമായ സാമ്പത്തികം ഇവരിൽ എത്തിച്ചേരുമെന്ന് തന്നെ കാണുന്നു. രോഗാതുരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ മുഖം, ത്രോട്ട് ഈ ഭാഗങ്ങളിൽ അലർജി അസുഖങ്ങളോ ശബ്ദത്തിനെന്തെങ്കിലും കുഴപ്പമോ കഫശല്യമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5, 6, 7 ദിവസങ്ങൾ ഗുണകരമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ അധിക ചെലവിൻ്റെ ദിവസങ്ങളായിട്ട് കാണുന്നു. സാമ്പത്തികമായി അവർക്ക് കൂടുതൽ ചിലവാകുന്ന ദിവസമാണ്. പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായോ അല്ലെങ്കിൽ അനവസരത്തിൽ വന്നു ചേരുന്ന അതിഥികളെ സൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സാമ്പത്തികമായിട്ട് കുറച്ച് ചിലവ് വേണ്ടി വന്നേക്കാം. എന്നാൽ അതിന് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ഇരട്ടി പണം ഇവരിലേക്ക് വന്നു ചേരുമെന്നും കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ 2ാം പകുതി കൂടുതൽ സാമ്പത്തിക നേട്ടമാണ് കാണുന്നത്. തുടക്ക ദിവസങ്ങളിൽ സാമ്പത്തികമായി അധിക ചിലവ് വരുന്നുണ്ടെങ്കിലും വളരെ വലിയ സൗഹാർദ്ദങ്ങളോ മറ്റു ഗുണങ്ങളോ ഒക്കെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ചില നേട്ടങ്ങളാണ് അപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി ഊർജ്ജസ്വലത കൈവരുന്നു. കുറച്ചുകൂടി ഉത്തരവാദപ്പെട്ട ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. അല്ലെങ്കിൽ സാമ്പത്തികമായി ലാഭം കിട്ടുന്ന ചില കരാറുകളിലേക്ക് ഒപ്പുവയ്ക്കപ്പെടുന്നു. ശാരീരികമായി ശ്രദ്ധിക്കണം. ഇവർക്കും ദേഹത്ത് എന്തെങ്കിലും മുറിവോ ചതവോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും അപകട സാധ്യതകൾക്കും ഒക്കെ ഇടയുണ്ട്. തീ, ഇലക്ട്രിസിറ്റി, ഭാരമുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ മൂർച്ചയുള്ള വസ്തുക്കൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പൊതുവെ സാമ്പത്തികമായിട്ട് ഈ ആഴ്ച വലിയ ദോഷമില്ല. തുടക്കത്തിൽ അല്പം അധിക ചിലവ് വരുമെങ്കിലും 2ാം പകുതി കൂടുതൽ സാമ്പത്തിക ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5 ദിവസങ്ങൾ നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 8, 9, 10 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശുക്രൻ 8-ൽ സഞ്ചരിക്കുന്നു, ശനി 8-ൽ സഞ്ചരിക്കുന്നു, രാഹു 8-ൽ. 7-ാം തീയതി മുതൽ ബുധൻ ഇവർക്ക് 9-ലോട്ട് സഞ്ചരിക്കും. വ്യാഴം 10-ലാണ്. അപ്പോൾ പൊതുവേ
അത്ര ഗുണകരമല്ലാത്തൊരവസ്ഥയിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത്. കേതു 2-ലാണ്. ഇപ്പോൾ ദേഷ്യവും പറയുന്ന വാക്കും ഒക്കെ തന്നെ മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ഈ ആഴ്ച തുടക്ക ദിവസങ്ങൾ ചില ലക്ഷ്യത്തിലെത്താത്ത യാത്രകൾ നടത്തേണ്ടി വരും എന്ന് കാണുന്നു. ചിലപ്പോൾ പ്രയോജനപ്രദമല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തേക്കാം, അല്ലെങ്കിൽ ആസൂത്രണം വേണ്ടത്ര ഇല്ലാതെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകാവുന്ന അധിക ചെലവോ നഷ്ടമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച മുതൽ ഇവർക്ക് കാര്യങ്ങൾ നേരെ മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. തുടക്ക ദിവസങ്ങളിലുണ്ടായ പാകപ്പിഴകളെല്ലാം പരിഹരിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ട് കൃത്യമായ ആസൂത്രണത്തോടുകൂടി കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. അങ്ങനെ കർമ്മരംഗത്ത് ഊർജ്ജസ്വലതയും തൊഴിൽ രംഗത്ത് ഇവരുടെ കൃത്യമായ കഴിവ് പ്രകടിപ്പിക്കാനും സാധിക്കുന്നു. അത് നല്ല സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയും ഒരുക്കുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് സാമ്പത്തികമായി വളരെ ഗുണമാണ്. തൊട്ടടുത്ത വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില സംരംഭങ്ങൾ തുടങ്ങുന്നതൊക്കെ ഗുണകരമായി മാറുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങളിൽ വളരെ വലിയ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു. അതിൻ്റെ അനുമോദനങ്ങളും അനുഗ്രഹങ്ങളും ഇവർക്ക് ലഭിക്കുന്നു. സാമ്പത്തികമായിട്ട് ഗുണമാണ്. എന്നാൽ അധിക ചെലവുണ്ട് എന്നുള്ള കാര്യവും മറക്കാതിരിക്കുക. പൊതുവേ തന്നെ അധിക ചെലവിൻ്റെ ഒരു അവസ്ഥ കാണുന്നുണ്ട്. കിട്ടുന്നതൊക്കെ തന്നെയും കയ്യിൽ നിന്ന് ഊർന്നു പോകുന്നൊരവസ്ഥ, സംഭരിച്ചു വയ്ക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഈ ആഴ്ചയും ഇവരെ പിന്തുടരുന്നതായിട്ട് കാണുന്നു. ശാരീരികമായി ശ്രദ്ധിക്കേണ്ടത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉദരസംബന്ധമായ അസുഖവും അതുപോലെ തുടയ്ക്കും കാൽമുട്ടിനും ഉണ്ടാകാവുന്ന ക്ഷതങ്ങളുമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ സൂക്ഷിച്ച് ഇപ്പോൾ വാക്ക് ഉപയോഗിക്കാൻ പറ്റൂ, എന്നാലും പറയുകയാണ്. ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു കരുതൽ നമ്മൾ വേണമെന്നുള്ളതാണ്. കാലം എത്ര നല്ലതായാലും കാലം മോശമായാലും ഒരു കരുതൽ ഉണ്ടാകുന്നത് കൊണ്ട് വലിയ നഷ്ടമൊന്നും ആർക്കും ഉണ്ടാവില്ല, മറിച്ച് ഗുണമേ ഉണ്ടാവുകയുള്ളൂ. വിനയത്തോടു കൂടിയുള്ള കരുതലാണ്, അഹങ്കാരത്തോടു കൂടിയുള്ള കരുതലല്ല ഞാനീ പറയുന്നത്. അപ്പോൾ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6, 7 നല്ല ദിവസങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും ഇവർക്ക് ഗുണമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യ. രോഗാവസ്ഥകളൊന്നും തന്നെ ആഴ്ചയുടെ മധ്യഭാഗത്തിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങൾ, അതായത് ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വലുതായിട്ട് ഇവരെ ബാധിക്കുന്നില്ല. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും വെള്ളി, ശനി ദിവസങ്ങൾ ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നം കാണുന്നുണ്ട്. ലങ്സിൻ്റെ ഭാഗത്താണ് അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വേദനയോ നീരോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനുവേണ്ടി സാമ്പത്തികമായി പണം ചെലവഴിക്കേണ്ടി വരുമെന്നും കാണുന്നു. യാത്ര ദുരിതമാകുന്നുണ്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. എന്നാൽ തുടക്ക ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ നേരെ ഘടകവിരുദ്ധമായ ഒരു അവസ്ഥയാണ്. പ്രവർത്തന ലാഭവും അങ്ങേയറ്റത്തെ കരുതലോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും ചുറുചുറുക്കോടും കൂടിയും തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാനും സാധിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൽ അങ്ങേയറ്റത്തെ വിജയം, അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഗുണം, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പണമോ ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള ജോലിയോ ഒക്കെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നു. അങ്ങനെ പൊതുവേ ഗുണകരം. എന്നാൽ ആഴ്ചയുടെ മധ്യഭാഗത്തിനടുത്തുള്ള ബുധൻ, ബുധൻ ദിവസങ്ങൾ ആരോഗ്യ സംബന്ധമായിട്ട് അത്ര നല്ലതല്ല. ചെലവ് വർദ്ധിച്ചിരിക്കുമെന്നും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കേണ്ടി വരുമെന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5, പിന്നെ 8, 9, 10 ഉച്ച വരെയും നല്ലതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വ്യാഴം അഷ്ടമത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഈ ആഴ്ചയെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഉണ്ടാകുമെങ്കിലും തുടക്ക ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിലും ആ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം പല വിധത്തിൽ ഇവർക്കിപ്പോൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യതയുണ്ട് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര അതിൻ്റെ ഉദ്ദേശത്തെ പ്രാപിക്കുന്നതായി കാണുന്നു. യാത്ര വിജയകരമാവുന്നു. ദീർഘയാത്രകളും ഹ്രസ്വയാത്രകളും ഒരുപോലെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ നല്ല സഹായങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. സാമ്പത്തികമായും അല്ലെങ്കിൽ മറ്റു തരത്തിൽ ജോലി സംബന്ധമായോ മറ്റ് കൂട്ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒക്കെ ഗുണകരമായ മുന്നേറ്റങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ, പ്രത്യേകിച്ച് വ്യാഴം, വെള്ളി ദിവസങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതലായി ആസൂത്രണമില്ലാതെയുള്ള പ്രവർത്തനങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉള്ളതുകൊണ്ട് അധിക ചെലവിൻ്റെ ഒരവസ്ഥ കാണുന്നു. അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വിജയത്തിലെത്താൻ ബുദ്ധിമുട്ടുള്ളതായി കാണുന്നു. എന്തെങ്കിലുമൊക്കെ തടസ്സമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. ചില ബന്ധങ്ങളിൽ നിന്ന് മാനസികമായ വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക, പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ സുതാര്യത പുലർത്തുക എന്ന് വേണം ഇതിന് പരിഹാരമായി പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5, 6, 7 വരെ നല്ല ദിവസങ്ങളാണ്. പിന്നെ 10-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും താരതമ്യേന ഗുണമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ വ്യാഴം അനുകൂലമായി സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ ശനിയും കണ്ടകശനി ഭാഗത്തു നിന്ന് മാറി 5-ൽ ശുക്രനുമൊക്കെ നിൽക്കുന്നു. പൊതുവേ ഈ ദിവസങ്ങളൊക്കെ തന്നെയും ഇവർക്ക് ഗുണകരമാണ്. ഈ ആഴ്ചയെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോഴും പൊതുവേ സാമ്പത്തികമായ ലാഭം, പിതാവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടെ സൗമ്യതയും അടുപ്പവും കാണുന്നു. അല്ലെങ്കിൽ മേലധികാരികളുമായി ബന്ധപ്പെട്ടോ സഹപ്രവർത്തകരിൽ സീനിയേഴ്സുമായി ബന്ധപ്പെട്ടോ ഒക്കെ നല്ല രീതിയിൽ നല്ല മനോഭാവത്തോടു കൂടി, അതായത് സഹകരണ മനോഭാവത്തോടു കൂടി പോകാൻ സാധിക്കുന്നു. എതിരഭിപ്രായങ്ങളോ വിമർശനങ്ങളോ വരുന്നില്ല. ആഴ്ചയുടെ ചൊവ്വാഴ്ച തൊട്ട്, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ പൊതുവെ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രവർത്തനങ്ങളിൽ നന്നായിട്ട് ഇവർക്ക് തിളങ്ങാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് നല്ല ഒരു അവസ്ഥയുണ്ടാകുന്നു. ആ ദിവസങ്ങളിൽ സാമ്പത്തിക ലാഭം, പ്രവർത്തനങ്ങളിൽ വിജയം, തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം തന്നെ അതിൻ്റെ വിജയത്തിലെത്തുന്നതായി കാണാം. യാത്ര കൊണ്ട് ഗുണം, ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഹവസിക്കാനും മനസ്സിന് സന്തോഷം ലഭിക്കാനുമുള്ള അവസ്ഥ, വിദേശയാത്രയുമായി ബന്ധപ്പെട്ടോ ജോലിയുടെ കാര്യത്തിലോ പഠനത്തിൻ്റെ കാര്യത്തിലോ നല്ല തീരുമാനങ്ങൾ കേൾക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഉണ്ടാകുന്നു. ആഴ്ചയുടെ അവസാന ദിവസം ഉച്ചയ്ക്ക് ശേഷം സാമ്പത്തികമായി കുറച്ച് അധിക ചെലവ് കാണുന്നുണ്ട്. അതുമാത്രമേ ഉള്ളൂ ഇതിൽ ദോഷമെന്ന് പറയാൻ. അധിക ചെലവിനേക്കാൾ കൂടുതൽ പണം ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് വന്നു ചേരുന്നത് കൊണ്ട് അത് വലിയ ദോഷമെന്ന് പറയാനുമില്ല. എന്നാൽ കഫസംബന്ധമായോ ജലജന്യമായ അസുഖങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ഇവരുടെ ഉദരഭാഗത്ത്, ഡയഫ്രം ഭാഗത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5, 6, 7, 8, 9, 10-ാം തീയതി ഉച്ചവരെയും ഗുണകരമാണ്. ശേഷം ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ശനി 4-ലേക്ക് പോയിരിക്കുന്നു. പക്ഷേ ശുക്രൻ 4-ൽ ബലവാനായിട്ടുണ്ട്. ബുധനും അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഗുണമാണ്. 7-ാം തീയതി ബുധൻ 5-ലോട്ട് പോകുമ്പോൾ അത്ര നല്ലതല്ല. 7, 8, 9, 10 ദിവസങ്ങളാണ് ആഴ്ചയുടെ 2-ാം പകുതിയായി വരുന്നത്. അതുകൊണ്ട് ബുധൻ്റെ നിലയും മാത്രമല്ല, ആ ദിവസങ്ങളിൽ ഇവർക്ക് അനുകൂലമായി വേറെ ഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ ദോഷമൊന്നും വരുന്നില്ല. ബാന്ധവം അല്ലെങ്കിൽ താൽക്കാലികമായ സൗഹൃദങ്ങൾ, അതിലായിരിക്കും ആഴ്ചയുടെ അവസാന ദിവസം ചെറിയ ഉലച്ചിലുണ്ടാവുക. അതുപോലെ ത്വക്ക് സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടാകാനും സാധ്യത, ചർമ്മത്തിന് ഈ നിറം മാറ്റമോ അല്ലെങ്കിൽ ചൊറിച്ചിൽ പോലെയൊക്കെ അനുഭവപ്പെടാം. അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. കഫശല്യം ഉണ്ടാകാം. അഷ്ടമാധിപൻ ആണ് ചന്ദ്രൻ. അതുകൊണ്ട് മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഗുണം, വളരെ അപ്രതീക്ഷിതമായി കുറേ ധനം വന്നു ചേരാൻ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ, പ്രത്യേകിച്ചും വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റു ഭാഗ്യ കടാക്ഷങ്ങളും കാണുന്നു. പൊതുവെ കർമ്മരംഗത്തും സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലും ഗുണകരമാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. അതായത് 2-ാം പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ യാത്ര കൊണ്ട് ഗുണവും, ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഹവസിക്കാനും അതുപോലെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടാനും ഇവർക്ക് സാധിക്കുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ അല്പം അശ്രദ്ധയും അതുപോലെ തന്നെ വേണ്ടത്ര ക്രമീകരണങ്ങളും ഇല്ലാത്തതിനാൽ ആരോഗ്യ പ്രശ്നങ്ങളോ കഫസംബന്ധം, അതായത് വലിവ് പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് അത് വർദ്ധിക്കാനോ സാഹചര്യങ്ങളിൽ നിന്നോ പരിസരങ്ങളിൽ നിന്നോ ഉള്ള അലർജി അസുഖങ്ങൾ ഉണ്ടാകാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ശേഷം ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9, 10 ദിവസങ്ങൾ വളരെ ഗുണകരമാണ് താരതമ്യേന. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇപ്പോഴും 5-ലാണ്. അതുപോലെ 7-ര ശനി പൂർണ്ണമായും മാറിയിരിക്കുന്നു. ശുക്രൻ 3-ൽ ദോഷമൊന്നും ചെയ്യില്ല. ബുധൻ്റെ 3-ലെ നില അത്ര ഗുണകരമല്ല. രാഹുവും നല്ലതാണ്. അപ്പോൾ പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷാവസ്ഥകളില്ല. പിതാവിന് ചെറിയ ചില അവസ്ഥകൾ ഉണ്ടാവാം. പ്ലാൻ ചെയ്ത ചില യാത്രകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. എന്നാലും സാമ്പത്തികമായിട്ട് ഇവർക്ക് ഗുണമാണ്. പ്രത്യേകിച്ച് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങൾ പ്രാർത്ഥന, അതുപോലെ തന്നെ മനസ്സിൽ അർപ്പിച്ചു ചെയ്യുന്ന പ്രവർത്തനങ്ങൾ,
തങ്ങൾക്കിഷ്ടപ്പെട്ട വിനോദരംഗങ്ങളായാലും ശരി, കർമ്മരംഗങ്ങളായാലും ശരി, ഇവിടെയെല്ലാം നന്നായി ശോഭിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. കുടുംബത്തിൽ നിന്ന് അകന്ന് യാത്ര ചെയ്യേണ്ടതായിട്ട് വരുമെന്നും കാണുന്നു. കുടുംബം ഒരുമിച്ച്, ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആഴ്ചയുടെ രണ്ടാം പകുതിക്ക്, അതായത് മധ്യഭാഗത്തിനടുത്തുള്ള ദിവസങ്ങൾ, ബുധൻ വ്യാഴം ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതയാണ് കാണുന്നത്. യാത്രാ തടസ്സവും കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ ആലസ്യമോ തടസ്സമോ കാണുന്നു. എന്നാൽ ഈ ദിവസങ്ങളിലും, അതായത് ഈ പറയുന്ന മോശപ്പെട്ട ദിവസങ്ങളിലും വളരെ അപ്രതീക്ഷിതമായിട്ട് ധനം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ തീർത്തും ഗുണകരമാണ്. പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രവർത്തന രംഗത്ത് ശോഭിക്കാനും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5 നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10-ാം തീയതിയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മശനി മാറിയിരിക്കുന്നു. ശുക്രൻ 2-ലാണ്, ബുധനും 2-ലാണ്. അത് രണ്ടും വളരെ നല്ലതാണ്. രാഹു 2-ൽ നിൽക്കുന്നതിൻ്റെ ദോഷാവസ്ഥകളെ ശുക്രനും ബുധനും കൂടി മാറ്റുന്നതായിരിക്കും. അതുകൊണ്ട് രാഹുവിൻ്റെ ദോഷാവസ്ഥകൾ, അബദ്ധ വാക്കുകൾ പറയുക, അതുപോലെ തന്നെ മുഖത്ത് രോഗങ്ങൾ ഉണ്ടാവുക, ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ മുഖത്ത് വരിക, അതിനൊക്കെ ഒരു മാറ്റമോ അല്ലെങ്കിൽ നിലവിൽ അതുണ്ടെങ്കിൽ അതിന് പുരോഗതി ഉണ്ടാവുകയോ ചെയ്യാം, അതിന് മാറ്റം ഉണ്ടാവുകയോ ചെയ്യാം. 6-ൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ, കടബാധ്യതയിൽ നിന്നൊക്കെ മോചനം, തങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന പണം കിട്ടുന്നു, തങ്ങൾ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ്, ആദ്യ പകുതി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക ലാഭം, പ്രവർത്തനങ്ങളിൽ വിജയം, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കൽ, ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സമയം ആനന്ദകരമായി ചിലവഴിക്കാൻ സാധിക്കൽ, യാത്ര പോവുക, അത് വിജയകരമായി പൂർത്തിയാക്കുക, വിദേശവുമായി ബന്ധപ്പെട്ട് ധനസഹായത്തിനോ കർമ്മത്തിനോ പഠനത്തിനോ മറ്റുള്ള ശ്രമങ്ങൾക്ക് വിജയസാധ്യത എല്ലാം കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ നട്ടെല്ല് സംബന്ധമായോ അലർജി സംബന്ധമായോ ഉള്ള അസുഖമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നീർവീഴ്ചയുടെ റിസൾട്ട് എന്നോണം ഉണ്ടാകാവുന്ന നെഗറ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടാകാം ആരോഗ്യ സംബന്ധമായി. അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5, 6, 7 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഒന്ന്, സാമ്പത്തികത്തിൻ്റെ അധിപനായ വ്യാഴം 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അതിന് കുറച്ച് മുടക്കുണ്ടാകും. വിചാരിക്കുന്ന സമയത്ത് പണം കയ്യിൽ വരണമെന്നില്ല. എന്നാൽ ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രൻ ഉച്ചനായി നിൽക്കുന്നത് കൊണ്ട് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ തങ്ങൾക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. കൂടെ അവിടെ ശനിയുമുണ്ട്, അതായത് ജന്മശനിയുടെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കാര്യങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിലും, കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ ഇപ്പോൾ സാധിക്കും. അതിൻ്റെ ആത്മവിശ്വാസവും കരുത്തും മനസ്സിലും ശരീരത്തിലും പ്രകടമാവും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗത്തെ ഇവർക്ക് സാമാന്യം നല്ല രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. 5-ാം ഭാവത്തിലെ ചൊവ്വ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കാം. കഠിനമായ അധ്വാനം വേണ്ടിവരുമെന്ന് സൂചിപ്പിക്കുന്നു. ഭാഗ്യം അല്ല ഇപ്പോൾ ഇവരെ കടാക്ഷിക്കുന്നത്, മറിച്ച് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് വ്യാപരിക്കുക എന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകുമെന്നേ പറയാൻ പറ്റൂ. അമിത ലാഭമോ അമിതമായി സാമ്പത്തികം സംഭരിക്കാനോ സാധിക്കാത്ത, അല്ലെങ്കിൽ ആവശ്യത്തിനെങ്കിലും സംഭരിച്ചു വയ്ക്കാനുള്ളൊരവസ്ഥ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാലും പൊതുവെ ഗുണം കുറഞ്ഞും ദോഷം അല്പം കൂടിയും ഇരിക്കുന്ന ഒരു ആഴ്ച തന്നെയാണ്. എന്നാൽ ആഴ്ചയുടെ മാത്രം അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നേർപകുതിക്ക് ശേഷം, അതായത് ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി ഇവർക്ക് ആദ്യ പകുതിയേക്കാൾ കൂടുതൽ ഗുണം കാണുന്നു. പ്രത്യേകിച്ച് ചൊവ്വ ഉച്ചയ്ക്ക് ശേഷം മുതൽ വളരെ ഗുണകരമാണ്. സാമ്പത്തിക ലാഭം, കടബാധ്യതയിൽ നിന്ന് മോചനം, മുടങ്ങിക്കിടന്നിരുന്ന പ്രോജക്റ്റുകളോ കാര്യങ്ങളോ മുന്നോട്ട് പോകാനുള്ള വാർത്ത കേൾക്കുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനമാവുകയോ ചെയ്യും. സാമ്പത്തികമായ ലാഭം, തങ്ങൾക്ക് കൊടുക്കാനുണ്ടായിരുന്നവർക്ക് പണം കൊടുക്കാൻ സാധിക്കുക, കിട്ടാനുള്ള പണം കിട്ടുക, ശത്രുതാ മനോഭാവത്തിൽ നിന്നിരുന്നവർ അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് വരിക, ശത്രുതാ മനോഭാവത്തിൽ നിന്നവർ അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് വരിക, അങ്ങനെ തുടങ്ങിയ ഗുണങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യരംഗം സൂക്ഷിക്കേണ്ടത് പ്രധാനമായും സന്താനങ്ങൾക്കത്ര നല്ലതല്ല. അതുപോലെ തന്നെ ഈ ഡയഫ്രത്തിൻ്റെ ഭാഗങ്ങൾ
പിന്നെ പ്രധാനമായും ആ സ്ഥലത്ത് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ചെറുകുടലിൻ്റെയോ മറ്റോ തുടക്കഭാഗത്തുണ്ടാകാവുന്ന എന്തെങ്കിലും ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ അതോടൊപ്പം തന്നെ ശ്വാസകോശ സംബന്ധമായ അസ്കിതകളോ ആണ് ഇവർക്ക് ചെറുതായിട്ടെങ്കിലും ഇവരെ ശല്യപ്പെടുത്താനുള്ള സാധ്യത. ഈ ആഴ്ചയിൽ മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6, 7, 8, 9. 5 ഉച്ച കഴിഞ്ഞ് 6, 7, 8, 9, 10 ദിവസങ്ങൾ, 10 ഉച്ച വരെ നല്ലതാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ച ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ശനൈശ്വരായ നമ. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുന്നത് ശനിദോഷ പരിഹാരത്തിന് വളരെ ഉത്തമമായ ഒരു ജപമാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധി, മത്സ്യമാംസാദികൾ ഭക്ഷിക്കാതിരിക്കുക, പിന്നെ ശാസ്താവിനെയോ അതുപോലെ ശനീശ്വരനെയോ അതുപോലെ ധർമ്മശാസ്താവിനെയോ ഭജിക്കുക, നീരാഞ്ജനം സമർപ്പിക്കുക, അതുപോലെ തന്നെ കടുംപായസം കഴിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. കാക്കയ്ക്കിടത്തേക്ക് വെച്ചിൽ കൊടുക്കാം, തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കാം. ഓം നമോ നാരായണായ എന്ന് ജപിക്കുന്നത്, എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുന്നത് വ്യാഴദോഷ പരിഹാരത്തിന് നല്ലതാണ്. വിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി നെയ്വിളക്ക് കത്തിക്കുക, പാൽപ്പായസ നിവേദ്യം നടത്തുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗങ്ങൾക്ക് പരിഹാരമായി 100 പാലും നൽകുക. ആയില്യത്തിനോ പക്കനാളിനോ ചെയ്യുക. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ഗണപതിക്ക് കർഗമാല അർപ്പിക്കുക. തേങ്ങ ഉടയ്ക്കുക, ഉണ്ണിയപ്പ നിവേദ്യം ചെയ്യുക കേതുദോഷ പരിഹാരത്തിന്. എല്ലാവർക്കും നല്ലൊരാഴ്ച ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.